ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഹൽക്കിനൊരു മയനുണ്ട് അള്ളാന്റെ ഹക്കിൽ. അതേതാ? അദമിൽ നിന്ന് വുജൂദിലേക്ക് കൊണ്ടുവരിക. അതാണ് അള്ളാഹുവിന്റെ ഹക്കിൽ ഹൽക്ക്. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുക, അത് അള്ളാഹ്ക്കേ കഴിയൂ. അതേ സമയത്ത് ഈസാ നബി ഹൽക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ തസ്വീർ ചെയ്തു, രൂപകൽപ്പന ചെയ്തു. അപ്പൊ ആ അർത്ഥത്തിലാണ് ആള് മാറുന്നതിനനുസരിച്ച് മാറാന്നല്ലേ ഇതിൽ പറഞ്ഞേ. അപ്പോ മശായിഖന്മാരെ കുറിച്ച് വല്ലവനും അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെയുള്ള ഈ ഹൽക്കെല്ലാം ഹൽക്കായി വരാൻ സബബായി വന്നവരാണ് കാലഘട്ടത്തിലെ അസ്ഹാബുൽ വക്തുകളായ മഹരഥന്മാർ. ആരെ പറഞ്ഞു നൗഷാദ് നന്നാവൂലെന്ന്? ആരാ പറഞ്ഞു നൗഷാദ് നന്നാവൂലെന്ന്? അപ്പൊ കുട്ടി പഠിച്ചു വരുന്നുണ്ട്. നോക്കി നിങ്ങള്, കുട്ടി പഠിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് റെഡിയാക്കാം. കുട്ടി പഠിച്ചിപ്പോ കണ്ടോ, അത് തസ്വീർ ചെയ്യലാണ്, ഹൽക്ക് ചെയ്യൽ അള്ളാഹു തന്നെയാണ്. ആ തസ്വീർ, ആ രൂപം ഉണ്ടാക്കുക, ആ നിലക്ക് എന്താണ് ഒരു ഖാലിഖാണ് എന്നൊക്കെ പറയാം. അപ്പൊ മശായിഖന്മാർ ഈ കാര്യങ്ങളൊക്കെ നടത്താനുള്ള സബബാണ്. അതിനാണ് ഞങ്ങൾ കാരണം എന്ന് പറയാ. സബബ് എന്നുള്ളതിന്റെ മലയാളത്തിൽ അർത്ഥം കാരണം, നിമിത്തം. അവരിലൂടെ കുട്ടി ശരിയാകുന്നുണ്ട്. അപ്പൊ രണ്ട് പ്രസംഗം നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ 2 പ്രാവശ്യം ഇത് വിട്ടപ്പോ റെഡി ആയിന്. ഇൻഷാ അല്ലാഹ് അപ്പൊ റെഡിയാവും, കുട്ടി റെഡിയാവും. വെറുതല്ല, ആള് റെഡിയാവും ട്ടോ. ഞാൻ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തവുമായി ഞാൻ വന്നിരിക്കുന്നു. എന്താണ് എൻ്റെ ആ ദൃഷ്ടാന്തം? അന്നീ അഹുലുക്കുലക്കും, ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തരും. സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് സൃഷ്ടിക്കുക എന്നുള്ളതിൻ്റെ ഒരു മായനുണ്ട്. അതേതാ? അദമിൽ നിന്ന് വുജൂദിലേക്ക് കൊണ്ടുവരിക. അത് അള്ളാഹ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്ന് വുജൂദിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിനെ അത് അള്ളാഹ്ക്കേ കഴിയുള്ളൂ. അതേസമയത്ത് അള്ളാഹു തആല കൊടുക്കുന്ന ആ ഖുദ്റത്ത് ഇവരിലൂടെ പ്രകടമാകുക എന്നുള്ള അർത്ഥത്തിനാണ് ഇവിടെ ഹുലുക്കു എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഉസവ്വിറു എന്നൊക്കെ അതിനർത്ഥം പറയും. അതിനൊരു പ്രത്യേകമായ രൂപം ഉണ്ടാക്കി ഞാൻ ഊതും, അപ്പോൾ അത് പക്ഷിയായി പറന്നു പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതന്നല്ലേ പേരോട് ഉസ്താദ് ഇത്ര കാലം വരെ പ്രസംഗിച്ച്, എന്നിട്ട് ഇപ്പം കടന്നു കാണ്ട് ഇങ്ങനെ ഇതാക്കുക. നിങ്ങൾ നോക്കി ഇപ്പൊ എന്ത് മട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞാ പോരെ? നിമിത്തമാണ്, കാരണമാണ്. മശായിഖന്മാർ, വലിയ നബി, മഹാന്മാർ, അവർ സബബാണ്, അവർ കാരണമാണ്. അല്ലാഹുവാണ് സൃഷ്ടിക്കുന്നവൻ. ഹഖീഖത്തൻ അല്ലാഹുവാണ് സൃഷ്ടിക്കുന്നവൻ. അവർ കാരണക്കാരാണ് എന്ന അടിസ്ഥാനത്തിൽ അവർ രൂപപ്പെടുത്തുന്നു, അവർ കൈകളെ കൊണ്ട് തടവുന്നു, അവർ ആത്മീയമായ തിരുനോട്ടമുണ്ടാകുന്നു, അവർ തവജ്ജുഹാകുന്നു. ആ നിലക്കൊക്കെ അവരാണ് ചെയ്തതൊക്കെ പറയാം. പക്ഷേ അവരാണ്, അതാണ് കാരണക്കാർ എന്ന് പറയുന്നതാണ്. അതൊരു സബബ്. മലയാളത്തിൽ പറഞ്ഞ പോലെ കാരണക്കാർ, അത് മലയാളത്തിൽ പറഞ്ഞാൽ മതിയേനി. എന്നാ പേരോട് പറഞ്ഞ അതിന് എന്തിനാണ് ചെങ്ങായി? ഏതായാലും മട്ടുണ്ട് റെഡിയായി. ഇപ്പൊ കുറച്ചൊക്കെ റെഡിയായി വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി കുറച്ചുകൂടി നമ്മൾ 1-2 കൂടെ നടത്തിയാൽ മതി. അപ്പൊ ഒക്കെ തന്നെ അങ്ങനെ റെഡിയായി വരും. ഇനിയിപ്പോ ഇത് ഞങ്ങളെ കോളാമ്പികൾ തിരുത്തിയതായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കൊന്നും വേണ്ട. പേരോട് ഉസ്താദ് പറഞ്ഞതുപോലെയാണ് ഞാൻ പറഞ്ഞതെന്നൊന്നും വ്യാഖ്യാനിക്കണ്ട. പേരോട് ഉസ്താദ് പറഞ്ഞത് കാരണം എന്നാണ് മലയാളത്തിൽ, അല്ലെങ്കിൽ നിമിത്തം എന്നൊക്കെയാണ്. ഞങ്ങൾ അറബിയിലാണ് പറഞ്ഞത് സബബ് എന്ന്. മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് പേരോട് ഉസ്താദ് വഹാബി ആയത്. സബബ് എന്ന് അറബി പറഞ്ഞിരുന്നെങ്കിൽ വഹാബി ആവൂലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തിരുത്തിന്നാരും പറയണ്ട, മനസ്സിലായോ? പേരോട് ഉസ്താദ് അറബിയിലേക്ക് പറഞ്ഞാൽ മതി സബബ് എന്നാ സുന്നിയാവും കേട്ടാ. സബബ് എന്നുള്ളത് മലയാളത്തിൽ പറഞ്ഞാല് വാബിയാവൂലേ? പേരോട് സബബ് അതുകൊണ്ടല്ല വാബിയായത്. നിമിത്തമാണ്, കാരണമാണ് എന്ന് പറഞ്ഞപ്പം അത് വാബിയായി. ഓൻ സബബ് എന്ന് അറബി പറഞ്ഞാലോ സുന്നിയായി. അതാ വ്യത്യാസം. സബബല്ല, കാരണമല്ല എന്ന് പറയാതെ ഒരാൾക്കും ഒന്നും പറയാൻ കഴിയില്ല. കാരണം ഈ ചങ്ങായിനെ അവിടെ പറഞ്ഞേ അള്ളാഹുവാണ് എല്ലാം പൊറുക്കുന്നവൻ, മറ്റുള്ളതൊക്കെ കാരണമാണ്. എത്ര സ്ഥലത്ത് എത്ര പ്രസംഗത്ത് പറഞ്ഞേ. എന്നിട്ട് ഓനാണ് പിൻവലിച്ചിക്കാണ്ട് പോകുമ്പോൾ ആളായിക്കാണ് വന്ന് കാര്യം നമ്മളവിടെ നടക്കൂല. പിൻവലിച്ചിക്കാണ്ടേ ചാനൽ 2020 വരെയുള്ളതൊക്കെ ഖാദിമു സുന്ന എന്നുള്ള ചാനൽ പിരിച്ചിട്ടാണ്ട് പിൻവലിച്ചിക്കാണ്ട് ജാവേദ് സൂഫി ആക്കിക്കാണ്ടേ കുഞ്ഞാടുകളെ പറ്റിക്ക ഞങ്ങളെ മുമ്പിൽ നടക്കൂല. ഈ കാട്ടുകള്ളൻ ശൈഖൻ എന്താ പറഞ്ഞേ, ഒരുപാട് രോഗികൾക്ക് ശിഫക്ക് കാരണമായ CM വലിയുള്ളാന്റെ വസീലയിൽ. അപ്പൊ CM വലിയുള്ളാഹി മുഖേന ഒരുപാട് ആളുകൾക്ക് രോഗം മാറിയിട്ടുണ്ട്.
പക്ഷെ അവിടെയൊക്കെ എന്താണ് CM വലിയുള്ളാഹി കാരണമായി പ്രവർത്തിച്ചിട്ടുള്ളൂ എന്ന് കാട്ടുകള്ളം ശേഖരൻ അവിടെ പറഞ്ഞിട്ടില്ല. ഈ അടുത്ത കാലത്ത് അതന്നെ പേരോട് ഉസ്താദും പറഞ്ഞിട്ടുള്ളൂ. പേരോട് ഉസ്താദ് നിമിത്തമാണ് കാരണമാണെന്ന് പറഞ്ഞാല് വഹാബി, ഇവർക്ക് സബബാന്ന് പറയാ, അതിന് കുഴപ്പമൊന്നുമില്ല, അല്ലാതെ പറയാൻ കഴിയില്ല. നമ്മളെ ചോദ്യം ചെന്നപ്പം ഓനക്ക് ഇങ്ങോട്ട് കക്കീതാണ്, മറുപടി പറയാൻ കഴിയില്ല. ഓന്ന് പറയട്ടെ, ഓൻ തന്നെ അവിടെ എത്ര പറഞ്ഞു വെച്ചിരിക്കണ്, മഹാന്മാര് കാരണമാണ്, നിമിത്തമാണ്, സബബാണെന്നൊക്കെ ഇവൻ തന്നെ എത്ര പ്രസംഗിച്ചിട്ടുണ്ട്. അതല്ല ഉസ്താദ്, അതാ അറബിയിലും മലയാളത്തിലും രണ്ടും ഒന്നല്ലേ, രണ്ടും ഒന്നല്ല. അറബിയിലാണ് മറ്റേ മലയാളത്തിനാണ്, ഇപ്പൊ അർത്ഥത്തിലൊക്കെ കണക്ക് തന്നെയല്ലേ. ഇനി ഒന്ന് മാറ്റി പറഞ്ഞാൽ മതി. കുറെ കഷ്ടപ്പെട്ടു നമ്മളെ ഉസ്താദ്മാര്, CKM സഖാഫിയും അതേ മറ്റുള്ള ഉസ്താദ്മാരൊക്കെ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഓരോന്ന് തിരിച്ചാന് റെഡിയാക്കാന്. ഇനി അത് മാറാക്കാൻ പോലെ ഞങ്ങൾക്ക് ദ്വാരിക്ക്, അത്ര നമുക്ക് പറയാനുള്ളൂ. അതിന് ഇനി പുറത്തു പോയത്. അതേമാതിരി കാലാകാലം പറഞ്ഞ ആ വിഷയം നമുക്ക് ഒഴിവാക്കാം. ഇനി ഈ വിഷയം നമുക്ക് ചർച്ച ചെയ്യണ്ടല്ലോ, ഇതാണ് ലെവലായി കിട്ടിയത്. ഇനി ഒന്ന് മാറി പറഞ്ഞാൽ പിന്നെയും മടി മൈമ മെനക്കില്ല. അത് നിങ്ങൾക്ക് പ്രത്യേകം ദ്വാ ചെയ്യുക, അതൊക്കെ മാറാതെ ഇത് തന്നെ ഉറച്ചിക്കാൻ. അത് കുഴപ്പമില്ല, ഞാൻ അവിടെ അങ്ങനെയും പറയും ഇവിടെ അങ്ങനെയും പറയും. അതാണ് ഞങ്ങള്, അതിനെ ഞങ്ങൾ പറഞ്ഞത് തലക്ക് സുഖല്ലാതെ. നിങ്ങൾക്ക് മനസ്സിലായിട്ടാ അറബിയിൽ പറഞ്ഞത് മലയാളത്തിൽ പറയാൻ പാടില്ല. ഞങ്ങളെ കുരുവട്ടൂരി വാദം അതാണ്. പേരോട് ഉസ്താദ് പണ്ട് മുതലേ പറയുന്നത് കാരണം നിമിത്തം, അതുകൊണ്ടാണ് പേരോട് ഉസ്താദ് വഹാബിയായത്. ഉസ്താദ് ഞങ്ങളെ കോളാമ്പി നൗഷാദ് കോളാമ്പി പറയുന്നത് സബബ് എന്നാണ്. അപ്പം അതൊരു വ്യത്യാസമുണ്ട്. ഒന്ന് അറബിയാണ്, ഒന്ന് മലയാളമാണ്. മലയാളം പറഞ്ഞാൽ വഹാബിയാവും, അറബി പറഞ്ഞാൽ സുന്നിയായി. മാഷാ അല്ലാഹ്, ഇന്നലെ CKM സഖാഫി ഉസ്താദ് ഗ്രൂപ്പിൽ ഇബാറത്ത് സഹിതം തദ്ബീറും തസറുഫും തൗസീറൊക്കെ കണ്ട് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ കൊയിലാണ്ടി എന്ന് പറഞ്ഞ തൗഹീദ് മാവൂരെത്തിയപ്പം എന്തെയ്യുന്നുണ്ട്, മാറിയിട്ടുണ്ട്. അതായത് കൊയിലാണ്ടിയിൽ പറഞ്ഞ തൗഹീദ് നിങ്ങൾ പോയി ഗ്രൂപ്പിൽ മുകളിൽ കേട്ടു. മടവൂർ ഷെയ്ഖുനെ തന്നെയാണ് രോഗം മാറ്റുക, ബദിരീങ്ങൾ തന്നെയാണ് രോഗം മാറ്റുക എന്ന് തന്നെയാണ് ഞങ്ങളെ വിശ്വാസം. ഞങ്ങളൊന്ന് തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വേറൊരാൾക്കും അതിൽ ഇടപെടലില്ല എന്നുള്ള രൂപത്തിലാണ് പ്രസംഗിച്ചത്. ഇന്ന് മഹാന്മാര് സബബാകുന്നു, കാരണമാകുന്നു, നിമിത്തമാകുന്നു. ഇതന്നല്ലേ മൊയന്തേ പേരോട് ഉസ്താദ് ഇത്രയും കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അറബിയിൽ പോലും സബബാകുന്നു എന്ന് പറഞ്ഞതിന്റെ മലയാളം പേരോട് ഉസ്താദ് പറഞ്ഞാൽ പേരോട് ഉസ്താദ് വഹാബി. കാരണം നിമിത്തം എന്ന് പേരോട് ഉസ്താദ് പ്രസംഗത്തിൽ പറഞ്ഞു. മഹാന്മാര് അള്ളാഹു താല മഹാന്മാരോട് ഇസ്തിഗാസ ചെയ്യുമ്പോൾ മഹാന്മാര് രോഗം മാറ്റും, അതാ മഹാന്മാര് കാരണമാണ്, അള്ളാഹുവാണ് രോഗം മാറ്റുന്നത് എന്ന് പേരോട് ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ പേരോട് ഉസ്താദ് കാരണം മൗലവി നിമിത്തം മൗലവിയായി. എന്നാൽ അതേ സമയത്ത് ഈ മൊയന്ത് ഇന്ന് പറയും നോക്ക്, അവന് ഉദാഹരണ സഹിതാണ് പറയുന്നത്. ഈസാ നബി അലൈഹി ഇസ്ലാമിന് മൊയ്സത്തുണ്ട്, ജീവൻ നൽകുന്നതിനും കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് കാഴ്ച കൊടുക്കുന്നതിനൊക്കെ മൊയ്സത്തുള്ള ആളാണല്ലോ ഈസാ നബി അലൈഹി സ്വലാം. ആ ഈസാ നബി അലൈഹി സ്വലാം ഞാൻ സൃഷ്ടിച്ചു എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പോലും അവിടെ അതതിൽ നിന്ന് വുജൂദ്, ഇല്ലായ്മയിൽ നിന്ന് ഉള്ള വസ്തുവിനെ ഉണ്ടാക്കുന്നതിന് അള്ളാഹു താലയിൽ മാത്രം, ആ ഹൽക്കുൽ ഖുദ്റത്ത് അള്ളാഹു താലയിൽ മാത്രം നിക്ഷിപ്തമാണ്. അങ്ങനെ ഈസാ നബി പറഞ്ഞു കഴിഞ്ഞാലും ഈസാ നബിയുടെ റോൾ അവിടെ എന്താണ്? അത് ഉണ്ടാകാൻ കാരണമായി എന്നേ ഉള്ളൂ, അതിനെ രൂപകൽപ്പന ചെയ്തു, സബബായി എന്നുള്ള അർത്ഥത്തിലാണ് അത് വരുവുള്ളൂ എന്ന്. ഇതന്നെയല്ലേ മോയന്തേ പേരോട് ഉസ്താദ് പറയുന്നത്. പേരോട് ഉസ്താദ് അന്നും ഇന്നും എന്നും അതന്നെയല്ലേ പറയുന്നത്. മഹാന്മാരോട് ഇസ്തിഗാസ ചെയ്യുമ്പോൾ, അവരോട് മുഹീദ്ദീൻ ഷെയ്ഖിനോട്, ബദരീങ്ങളോട്, CM വലിയുള്ളാഹിനോട് രോഗം മാറ്റണേ എന്ന് പറയുമ്പോൾ അവർ അള്ളാഹുവാണ് രോഗം മാറ്റുന്നത്, അവർ രോഗം മാറ്റാൻ കാരണമാണ്. ഇപ്പൊ ഈ എന്തേ പറഞ്ഞത്? സബബാണ്. സബബ് എന്നുള്ളതിന്റെ മലയാളം എന്താണ് മോയന്തേ? എന്താണ് ഹംകേജ് പറ? എന്തേ എനിക്ക് ഈ ചോദ്യം CKM സഖാഫി ചോദിച്ചപ്പോ പണ്ട് സുലൈമാൻ ഉസ്താദ് പഠിപ്പിച്ചെന്ന തൗഹീദല്ലേ ഇപ്പൊ ഇത്? ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന തൗഹീദല്ലേ? ഈ തൗഹീദിൽ നിന്ന് ആരാണ് മാറിയത്? കൊയിലാണ്ടിയിൽ വെച്ച് 20-ാം തീയതി പറഞ്ഞ തൗഹീദ് എനിക്ക് പറയാൻ ധൈര്യം ഉണ്ടോ എന്നുള്ള ആ ചോദ്യം. അത് പറയാനുള്ള ധൈര്യമില്ല. കാരണം ആ തൗഹീദ് വൺ സൈഡ് ആണ്. അതേതാ തൗഹീദ്? മടവൂരിനെ പടച്ചോനാക്കിയ തൗഹീദാണ്. മൊബൈൽ വാദമാണ് തൗഹീദ്. ആ തൗഹീദിൽ അള്ളാഹ്ക്ക് റോളില്ല. എന്താണ്? മൊബൈൽ ഒരാൾക്ക് മറ്റൊരാൾക്ക് കൊടുത്ത പോലെ അള്ളാഹു താല ഔലിയാക്കൾക്ക് കഴിവ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടിയ ആളായിട്ടാണ് പിന്നെ നിയന്ത്രണം, പിന്നെ കൊടുത്ത ആൾക്ക് നിയന്ത്രണമില്ല. അവന്റെ അതേ വാചകം കടമെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു താല തൂത്തിൽ മുൽക്കമൻ തശാ, ഞാൻ സർവ്വത കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊടുത്തതിൽ വീണ്ടും അള്ളാഹു താലാക്ക് നിയന്ത്രണമുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കലാവുകയില്ലല്ലോ, അത് കൊടുത്തു കഴിഞ്ഞതാണ് എന്ന്. ഏതുപോലെ ഒരാൾ മറ്റൊരാൾക്ക് മൊബൈൽ കൊടുത്ത പോലെ. ശരിയാണ്, ഒരാൾ മറ്റൊരാൾക്ക് മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോൾ ഓണാക്കണം, എപ്പോൾ ഓഫ് ആക്കണം, ആർക്ക് മെസ്സേജ് അയക്കണം, കിട്ടിയാളെ തീരുമാനിക്കുക, കൊടുത്ത ആൾക്ക് നിയന്ത്രണമില്ല. അതുപോലെയാണ് അള്ളാഹു താല ഔലിയാക്കൾക്ക് കഴിവ് കൊടുത്താൽ എന്ന്. ഇന്നിപ്പോ പറഞ്ഞ തൗഹീദോ, ഈസാ നബിക്ക് അള്ളാഹു താല മുഅ്ജിസത്ത് കൊടുത്തിട്ടുണ്ട്, ഉണ്ടല്ലേ? ഉണ്ടതിന് അവരങ്ങണ്ട് ഹൽക്ക് ചെയ്ത് കൊടുത്തതാ. ആ ഹൽക്കുൽ ഖുദ്റത്തും കൂടി വിട്ടുകൊടുത്തിരുന്നോ? അവര് അള്ളാഹു താല അല്ലേ ഉണ്ടാക്കി കൊടുക്കുന്നത്?
എൻ്റെ മൊബൈൽ വാദത്തിലോ ഈ മൊബൈൽ വാദത്തുമ്മ വണ്ടിമ കയറിയിട്ടല്ലേ ആ റോക്കറ്റും വേണം വിട്ട സുനീർ പച്ചയായി പറഞ്ഞത്. ഞങ്ങളെ വിശ്വാസം അങ്ങനെ തന്നെയാണ്. ഔലിയാക്കൾക്ക് അള്ളാഹു താല കഴിവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കഴിവിൽ അള്ളാഹു താലാക്ക് ഒരു നിയന്ത്രണവും ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങളെ വിശ്വാസം. ഈ പച്ച കുഫ്രിയത്ത് അണികളോട് പറഞ്ഞപ്പോഴല്ലേ പേരോട് ഉസ്താദ് ഇതിന് ഈ ഒറിജിനൽ തൗഹീദ് പറയേണ്ടി വന്നത്. ഞങ്ങൾ ഇത്ര കാലം പറഞ്ഞ തൗഹീദ് ഒന്നുകൂടെ ആവർത്തിച്ച് പറയേണ്ടി വന്നത്. ഇന്ന് ആ തൗഹീദ് തന്നെ മടക്കി പറയാണ് ഈ ഹംക്ക്. കാരണം ഇവരുടെ തൗഹീദിൽ സുലൈമാന്റെയും കോമാന്റെയാണ് എല്ലാം, മുദബിറുല്ലാലാണല്ലോ ഓല്. ഓൽക്ക് പിന്നെ മൊബൈൽ കൊടുത്ത മാതിരി അള്ളാഹു താല എല്ലാം കൊടുത്ത് വെച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഗ്ലോബൽ വില്ലേജിൽ തെണ്ടി നടക്കുന്നത് ആ ഹംക്ക്. ഇവിടെ ചന്തയിലും ഉണ്ടാവും, ഗ്ലോബൽ വില്ലേജിലും ഉണ്ടാവും. അല്ല, ആലോചിച്ച് നോക്കണം. ഇന്നിപ്പോ പറയാണ് സബബാണ് മഹാന്മാര് ആ കാലഘട്ടത്തിലെ സ്വാഹിബുൽ വക്തുകൾ സബബാകുന്നു എന്നുള്ളതാണ്. പേരോടുസ്താദ് പറഞ്ഞത് കാരണമാകുന്നു, നിമിത്തമാകുന്നു എന്ന്. പേരോടുസ്താദ് നിമിത്തമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഹാബി, കാരണമാകുന്നു എന്ന് പറഞ്ഞാൽ വഹാബി. ഈ മൈൻഡ് സബബാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ തൗഹീദുള്ളവനെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ഒരു കുഞ്ഞിരായും കൊടുക്ക് ഇവൻ കൊടുക്കാനുള്ള കാരണം എന്താ അറിയോ? ഇവൻക്ക് ഇത് അറിയാത്തതുകൊണ്ടല്ല. പേരുടുസ്താദ് എന്ത് പറയണോ അതിന് വിപരീതം പറയണം. പേരുടുസ്താദ് തൗഹീദ് പറഞ്ഞാൽ ഇവൻ കുഫരിയത്ത് പറയും. അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ലാതെ ഇതിൽ ഒരു കുന്തും ഇല്ല. കാരണം ഇപ്പൊ മാറ്റി പറഞ്ഞു നോക്ക്. കൊയിലാണ്ടിയിൽ വെച്ച് ഇവൻ പറഞ്ഞ എന്താ, മുകളിൽ വീഡിയോ അല്ലേ, ആ വീഡിയോയിൽ എന്താ പറയണത്? ബദിരീങ്ങൾ തന്നെ രോഗം മാറ്റുന്നു, ഞങ്ങളെ മഹാന്മാരെ എന്തും പറയും, പടച്ചോൻ വരെ ആക്കും, നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ഓൻ ചോദിച്ച ചോദ്യമാണ് ഇപ്പത്. പേരുടുസ്താദ് അങ്ങനെ ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, അപ്പൊ ആക്കുന്നു. പേരുടുസ്താദ് സബബാകുന്നു പറഞ്ഞു, അപ്പൊ ഇവൻ പറയാണ് സബബാകുന്നു എന്ന് പറയാൻ പറ്റൂല, അവര് തന്നെ രോഗം മാറ്റുന്നു. ഇപ്പോ സിക്കേം സഖാഫിന്റെ ചോദ്യം അങ്ങ് കുറിക്കൊണ്ടപ്പോ അവിടെ വലിയ എന്ത് ചെയ്യുന്നു? കാരണം ഇവർക്ക് പറയേണ്ടി വരും, ഹൽക്കുൽ കുദ്റത്തും വലിയന് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിലപ്പോ ഏതെങ്കിലും അന്തുള്ള ഒരു എന്തെങ്കിലും മണ്ടക്കടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് പറയാത്തത്. അപ്പോ മഹാന്മാര് അവിടെ സബബാകുന്നു എന്നുള്ളതാണ്. അതിനും തക്ബീറുകളെയാണ്. കാരണം ഇത്രയും കാലം വിളിച്ചത് സബബാകുന്നു എന്നുള്ളതല്ല, അതൊക്കെ പഴയ തൗഹീദാണ്, അതിൽ നിന്നൊക്കെ ഞങ്ങൾ പിരിഞ്ഞു പോന്നിട്ടുണ്ട്, അതൊക്കെ ജാഹിലിയ കാലഘട്ടമാണ് എന്ന് പറഞ്ഞതാണ്. ഇപ്പൊ ആ ജാഹിലിയ കാലഘട്ടത്തിലെ ഇവൻ പറഞ്ഞ ആ തൗഹീദ് തന്നെ ഇപ്പൊ വീണ്ടും പറയേണ്ടി വന്നു. ഉളുപ്പ് എന്ന് പറയുന്ന നാണവും മാനവും ഈ വർഗത്തിനുണ്ടോ? എനിക്ക് പറയാനുള്ളത്, നാണവും മാനവും ഉള്ളവർ, മറ്റേ സിദ്ദിഖ്രാങ്ങായിട്ട് ഒരു പറഞ്ഞല്ലോ, ഒന്നിങ്ങി നാണം വേണം അല്ലെങ്കിൽ മാനം വേണം. ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ കോമാണ്ടിയും സുലൈമാണ്ടിയും കുളിച്ച വെള്ളത്തിൽ എന്തായാലും അവർക്ക് നാണം മാനവും ഇല്ല, അവിടെ കുളിക്കരുത്. തൊഴിയൂരിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണം മാനം എന്ന് പറഞ്ഞ ഒരു സാധനവും ഇല്ല. വേറെ എവിടെങ്കിലും സാധാരണക്കാരൻ കുളിച്ച വെള്ളത്തിൽ പോയി ഒരു തവണയെങ്കിലും കാട്ടുവളപ്പിൽ നൗഷാദ് ഒന്ന് മുങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക.